നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസിയിലും ഡെലിവറിക്ക് ശേഷമുള്ള ആദ്യത്തെ 2-3 മാസങ്ങളിലും ഉണ്ടാകാവുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ വീനസ് ത്രോംബോ എംബോളിസം എന്ന കണ്ടീഷനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രഗ്നൻസി ആസ് സച്ച് ബ്ലഡ് കൂടുതൽ ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. ഇത് പ്രകൃതിയുടെ ഒരു മെക്കാനിസമാണ്. ഡെലിവറി ടൈമിൽ ബ്ലീഡിങ് കുറയ്ക്കാനൊക്കെയുള്ള ഒരു നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസം. പക്ഷേ ഈ ബ്ലഡ് ക്ലോട്ടിൻ്റെ പ്രോബ്ലം സാധാരണ പ്രഗ്നൻസിയിൽ ഒരു 1000-ൽ 1 ഒക്കെ ഉണ്ടാകാം. ജനറൽ പോപ്പുലേഷൻ മറ്റുള്ളവരുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് പ്രഗ്നൻസിയിൽ 5 ഇരട്ടി കൂടുതലാണ്. ഡെലിവറിക്ക് ശേഷം അത് 10 ടൈംസ് കൂടുതലാണ്. ഡെവലപ്ഡ് കൺട്രീസ്, അതായത് US പോലെയുള്ള കൺട്രീസിലൊക്കെ മെറ്റേണൽ മോർട്ടാലിറ്റി, അതായത് മാതൃമരണ നിരക്കിൻ്റെ ഒരു പ്രധാന കാരണം ഈ വീനസ് ത്രോംബോ എംബോളിസമാണ്. നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോഴും ബ്ലീഡിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, സെപ്സിസ്, പ്രഷർ കൂടിയിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ലീഡിങ് കോസ് ഓഫ് മെറ്റേണൽ ഡെത്ത്. പക്ഷേ കേരളത്തിലെ ഒരു സ്റ്റഡിയിൽ 2020 റിലീസ് ചെയ്ത 10 വർഷത്തെ മാതൃമരണ നിരക്കിൻ്റെ ഒരു കണക്കിൽ നമ്മളുടെ കേരളത്തിൽ 53 അമ്മമാർ ഈ ബ്ലഡ് ക്ലോട്ട് മൂലമുള്ള പ്രോബ്ലം മൂലം മരണപ്പെട്ടിട്ടുണ്ട്. 1076 ടോട്ടൽ മരണത്തിൽ 53 മരണത്തിൻ്റെ കാരണം ഈ ബ്ലഡ് ക്ലോട്ടായിരുന്നു, അതായത് 5%. അപ്പോൾ ഇത് ഇങ്ങനെ അമ്മമാരെ നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ് എന്നതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു നല്ല വശം. അപ്പോൾ എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഇതിന് റിസ്ക് എന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ, അതായത് അമ്മയുടെ ഏജ് 35 വയസ്സിന് മുകളിലാണെങ്കിൽ, അതിൽ 3 അതിൽ കൂടുതലോ കുട്ടികളുള്ളവരാണെങ്കിൽ, നേരത്തെ ഒരു ഇതുപോലെ ബ്ലഡ് ക്ലോട്ടിൻ്റെ പ്രോബ്ലം വന്നിട്ടുള്ളവർ, അതുപോലെ ഈ ഫാമിലിയിൽ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ ഈ ബ്ലഡിൽ ചില ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ത്രോംബോഫീലിയ എന്നുള്ള പ്രോബ്ലം ഒക്കെ ഉള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ അവരുടെ ഡോക്ടറോട് ഈ വിവരം നേരത്തെ തന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സൊക്കെ നമ്മൾ അസസ് ചെയ്യണം. പ്രഗ്നൻസിയിൽ ഏതൊക്കെയാണ് ഈ ക്ലോട്ട് കൂടുതലുണ്ടാകാനുള്ള സാധ്യത? അതായത് നമ്മൾ നോക്കിയാൽ പ്രഗ്നൻസിയിൽ എപ്പോൾ അഡ്മിഷൻ ആയാലും നമ്മളതൊരു റിസ്ക്കാണ്. ഉദാഹരണത്തിന് ഛർദി കൂടുതലായിട്ട്, ഹൈപ്പർമെസിസ് ആയിട്ട് നമ്മൾ അഡ്മിഷൻ ആകുന്ന സമയത്ത് ഇത് കൂടുതൽ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സാധ്യതയുണ്ട്. അതുപോലെ ചില ഓവുലേഷൻ മെഡിക്കേഷൻസ്, അതായത് അണ്ടം ഉണ്ടാകുവാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നും പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാകാം. വയറുവേദന, ഓവറിക്കൊക്കെ വല്ലാത്ത വീക്കം വന്ന് അതിനും ചിലപ്പോൾ അഡ്മിഷൻ ആകേണ്ടെന്ന് വരുന്ന അവസ്ഥ. ആ സമയത്ത് ബ്ലഡ് ക്ലോട്ട് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികൾ ട്വിൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്ക് കൂടുതൽ സാധ്യത. പിന്നെ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് ഉള്ള സമയം, അബ്രപ്ഷൻ, അതായത് പ്ലാസൻ്റ വിട്ടു പോകുന്ന സമയം, അതായത് പ്ലാസൻ്റ താഴെയായിട്ട് ബ്ലീഡിങ്, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെയും ഈ ബ്ലഡ് ക്ലോട്ട് കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഡെലിവറിക്ക് ശേഷം എപ്പോഴാണ് റിസ്ക് കൂടുതലെന്ന് ചോദിച്ചാൽ, ഈ ഫ്ലൂയിഡ് ഇൻടേക്ക് എപ്പോഴും ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസിനോട് എപ്പോഴും നമ്മൾ പറയും അവർ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മളുടെ നാട്ടിലെ ഒരു ട്രെൻഡ് ഇപ്പോഴും വയറ് ചാടുമോ എന്നൊക്കെ പേടിച്ച് അമ്മമാർ സാധാരണ അവരുടെ മക്കൾക്കൊക്കെ ഡെലിവറിക്ക് ശേഷം വെള്ളം കൊടുക്കാത്തത് ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, ഈ ത്രോംബോ എംബോളിസം എന്നുള്ള റിസ്ക്കും ഇത് മൂലം ഉണ്ടാകാറുണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം, നല്ലതായിട്ട് ആക്റ്റീവായിട്ട് നടക്കണം. എപ്പോഴും കിടക്കേണ്ട ആവശ്യം ഡെലിവറി കഴിഞ്ഞെന്നില്ല. അപ്പോൾ നടക്കുക, ആക്റ്റീവ് ആകുക. ഡെലിവറി സമയത്ത് എമർജൻസി സിസേറിയൻ വേണ്ടി വരുന്നവരിലും ഈ റിസ്ക് കൂടുതലാണ്, ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള റിസ്ക്. അതുപോലെ ഡെലിവറിക്ക് ശേഷം എന്തെങ്കിലും കാരണത്തിന് അഡ്മിഷൻ ആയാലും റിസ്ക് കൂടുതലാണ്. ഹെമറേജ് കൂടുതൽ, ബ്ലീഡിങ് കൂടുതൽ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ. ആ സമയം അങ്ങനെയുള്ളവർക്കൊക്കെ ബ്ലഡ് ക്ലോട്ട് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലേഡി ഡെലിവറിക്ക് നമ്മളുടെ അടുത്ത് പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ, നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ അസസ് ചെയ്യും. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിസ്ക് അസസ് ചെയ്തിട്ട്, ചിലർക്ക് പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ തന്നെ ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ്, അതായത് ഹെപ്പാരിൻ പോലെയുള്ള ഇഞ്ചക്ഷൻ തുടക്കം മുതലേ കൊടുക്കേണ്ടവരുണ്ട്, റിസ്ക് അസസ് ചെയ്തിട്ട്. ചിലർക്ക് ആ റിസ്ക് അസസ്മെൻറ്റിൽ അപ്പോൾ മുതൽ വേണ്ടി വരില്ല, 28 ആഴ്ച മുതൽ കൊടുത്താൽ മതിയാകും. എന്നാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തോളം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ഈ 10 ദിവസത്തോളം ഡെലിവറിക്ക് ശേഷവും ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഈ റിസ്ക് അസസ്മെൻറ്റ് ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പേഷ്യൻസിൻ്റെ റിസ്ക് അസസ് ചെയ്യുന്നത്. ഈവൻ നമ്മളുടെ ഡെലിവറി വാർഡുകളിലൊക്കെ നമ്മൾ ഈ റിസ്ക് അസസ്മെൻറ്റിൻ്റെ സ്കോറ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരുടെയും മിസ് ചെയ്ത് പോവാതിരിക്കാൻ, റിസ്ക് ഫാക്ടേഴ്സ് വിട്ടു പോവാതിരിക്കാൻ
അതായത് ഞാൻ പറഞ്ഞതുപോലെ ഒരമ്മയും നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഈ ലേബർ റൂമിലെ സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ കോഷ്യസാണ്. അതനുസരിച്ചുള്ള തിന്നിങ് ഏജൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കെങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് സ്റ്റെപ്പ് എടുക്കാമെന്ന് ചോദിച്ചാൽ ആക്റ്റീവായിരിക്കണം. പ്രഗ്നൻസിയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അവർ മാത്രമേ ഈ ബെഡ് റെസ്റ്റ് എടുക്കാണ്ട് ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന് കൂടുതൽ ബ്ലീഡിങ് അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അല്ലാതെ യൂഷ്വലി പ്രഗ്നൻ്റ് ആണ് എന്ന അവസ്ഥയ്ക്ക് സാധാരണഗതിയിൽ ഒരു ബെഡ് റെസ്റ്റോ കംപ്ലീറ്റ് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു നാച്ചുറൽ ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കൂടുതലുള്ള റെസ്റ്റ് എടുപ്പ്, വെള്ളം കുടിക്കാത്ത അവസ്ഥ, ഇതൊക്കെയും ഈ ബ്ലഡ് ക്ലോട്ടിന് കാരണമാകാം. ഈ ബ്ലഡ് ക്ലോട്ട് സാധാരണ ഉണ്ടാകാവുന്നത് യൂഷ്വലി കാലിലും കയ്യിലും ഉണ്ടാകും. എന്നാൽ യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ഇടതുവശത്തെ കാലിലാണ് കൂടുതൽ ഈ ബ്ലഡ് ക്ലോട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് വന്നു കഴിയുമ്പോൾ സാധാരണ എന്താണ് സിംറ്റംസ്, ആളുകൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ആ കാലിന് കുറച്ചൊരു വണ്ണം കൂടുതലായി കുറച്ച് നീര് വെച്ച പോലെ ഇരിക്കും. ചെറിയൊരു ചുമപ്പ് ചിലപ്പോൾ ആ ഭാഗത്തുണ്ടാകാം. തൊടുമ്പോൾ നല്ല വേദനയുണ്ടാവാം. പ്രത്യേകിച്ച് ഒരു കാലിൽ മാത്രമായിട്ട് ഇങ്ങനത്തെയൊക്കെ സിംറ്റം കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. അപ്പോൾ ഈ ബ്ലഡ് വെസലിലുള്ള ഈ ഒരു ക്ലോട്ട് അവിടെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ക്ലോട്ട് അവിടുന്ന് ഡിസ്ലോഡ്ജ്ഡ് ആകും. അവിടുന്ന് വേർപെട്ട് ബ്ലഡ് സർക്കുലേഷൻ വഴി ചിലപ്പോൾ അത് ലങ്സിലെത്താം, ചിലപ്പോൾ അത് ബ്രെയിനിലെത്താം. അപ്പം ബ്രെയിനിലുള്ള സെറിബ്രൽ വീനസ് ത്രോംബോസിസ് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അതുപോലെ പൾമണറി എംബോളിസം, ലങ്സിൽ വരുന്ന ആ ഒരു പൾമണറി എംബോളിസം എന്നുള്ള കണ്ടീഷനും വളരെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷൻ, അസസ്മെൻറ്റും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസും ഒക്കെ കൊണ്ട് നമുക്കിത് സാധിക്കും. വേരിക്കോസ് വെയിനൊക്കെ ഉള്ളവരിൽ, അതിൻ്റെ സിവിയർ ഫോംസ് ഉള്ളവരിൽ ചിലപ്പോൾ ഈ കൂടുതൽ സാധ്യത ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സാധ്യത ഉണ്ടാവാം. ഈ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ സാധാരണ തൊലിക്കടിയിലാണ് നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ കൊടുക്കുക. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ യൂഷ്വലി അതിന് വലിയ പ്രോബ്ലംസ് ഒന്നും അതിന് ഉണ്ടാവാറില്ല. നമ്മൾ വീട്ടിൽ വിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എടുക്കുന്നവരെയൊക്കെ നമ്മൾ തന്നെ അവരെ ടീച്ച് ചെയ്തിട്ട് അവർ തന്നെയാണ് അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പറയും സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവർ ഈ ഡെലിവറിയുടെ പെയിൻ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻ സാധാരണ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി മരുന്ന് വെക്കുന്നവർക്ക് അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യുന്നവർക്കൊക്കെ ഈ പ്രൊഫൈലാറ്റിക് ഡോസ് എന്ന് പറയും. അതായത് ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്ന ലോ ഡോസിൽ എടുക്കുന്ന ആളുകൾ മിനിമം ഒരു 12 മണിക്കൂർ മുമ്പെങ്കിലും ഈ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ലേബർ പെയിനോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കരുത്. അതുപോലെ എപ്പിഡ്യൂറൽ പോലെയുള്ള അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ ഒക്കെ വേണ്ടി വരുന്ന സാഹചര്യത്തിലും ഇത്ര മിനിമം ഒരു 12 hours മുൻപേ ഈ ഇഞ്ചക്ഷൻ നിർത്തിയിരിക്കണം. ഡെലിവറിക്ക് സിസേറിയനൊക്കെ ശേഷവും നമ്മൾ ഈ ബ്ലഡ് തിന്നിങ് ഏജൻറ്റ് ഒരു 6 മണിക്കൂർ ആകുമ്പോഴത്തേക്കിന് റിസ്ക് കൂടുതലുള്ളവരിൽ റിസ്ക് അസസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു മെഷേഴ്സ് വഴി നമുക്ക് ഈ ബ്ലഡ് ക്ലോട്ട് എന്നുള്ള ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഈ കണ്ടീഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അമ്മമാരെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനും പറ്റും. അടുത്ത ഫ്രൈഡേ നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.